പ്രൊമോയിൽ കാണിച്ചതുപോലെ മിഡ് വീക്ക് എവിക്ഷൻ. ആരാണ്, എന്താണ്, എങ്ങനെയാണ് ഈ 6 പേരിൽ നിന്ന് 2 പേരെ എവിക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ആഴ്ച? ഈ ആഴ്ചയല്ല, 2 ദിവസത്തിനകം ആരായിരിക്കും എവിക്റ്റ് ആകുന്നത്? ഇവർക്ക് വേണ്ടി ബാക്കിയുള്ളവരായിരിക്കും ടാസ്ക് കളിക്കുന്നത്. ചതി നടക്കുമോ? അതായത് മനഃപൂർവ്വം ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയിട്ട് ചതിക്കപ്പെടുമോ ഇവർ? നമുക്ക് നോക്കാം. അങ്ങനെയും ചെയ്യാമല്ലോ, പറയാൻ പറ്റത്തില്ല. ഇത് ബിഗ് ബോസ് ആണ് അല്ലേ? അപ്പം ഇന്ന് പ്രൊമോയിൽ കാണിച്ച പോലത്തെ 2 കാര്യങ്ങൾ ഇന്ന് നടന്നില്ല, ഒരെണ്ണം നടന്നായിരുന്നു. മറ്റേ വഴക്ക്, കിച്ചണിലെ വഴക്ക്. എന്താ സംഭവം? അനീഷിന് രാവിലെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ആണോ, അതോ എന്തെങ്കിലും ഗൗരവമായ ഒരു വിഷയം നടന്നോ? എല്ലാം പറയാം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ പ്രൊമോ പറയാം. നമ്മുടെ മിഡ് വീക്ക് എവിക്ഷന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. അതിനകത്ത് മിഡ് വീക്ക് എവിക്ഷന്റെ ആദ്യ ടാസ്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടാസ്കിൽ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇവർ 2 പേരെ തിരഞ്ഞെടുക്കും. ഈ 6 പേര് 2 ഹെൽപ്പേഴ്സിനെ തിരഞ്ഞെടുക്കും. ഇവർക്ക് സഹായിക്കാൻ പറ്റുന്ന 2 ഹെൽപ്പേഴ്സ്. സൂക്ഷിച്ചും കണ്ടും വേണം തിരഞ്ഞെടുക്കാൻ, പണിയും തരാം. കാര്യം ഈ ഹെൽപ്പേഴ്സ് തന്നെയാണ് ഇവർ 6 പേരെ ചൂസ് ചെയ്തത് ഇവിടെ നിന്ന് ഔട്ട് ആവാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതിൽ എല്ലാവർക്കും ആഗ്രഹം ഇവിടെ നിന്ന് എല്ലാവരും പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം, അവരവിടെ നിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു വേണം ഹെൽപ്പേഴ്സിനെ തിരഞ്ഞെടുക്കാം. ഈ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പേഴ്സാണ് ഈ ടാസ്ക് ചെയ്ത് ഇവരെ ജയിപ്പിക്കാൻ പോകുന്നത്. ഇത് മിഡ് വീക്ക് സസ്പെൻഷൻ്റെ ലക്ഷ്യം നേടാനുള്ള ആദ്യത്തെ ടാസ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഹെൽപ്പേഴ്സായിട്ട് വന്നിരിക്കുന്നത് ജിസേൽ ആര്യൻ. ആരുടെ ഹെൽപ്പർ ആയിരിക്കും നിങ്ങൾ പറയൂ? അനു ശരത്ത്. ശരത്ത് എന്തായാലും അനീഷിൻ്റെ ആയിരിക്കില്ല. ഷാനവാസ് അക്ബർ, അതുപോലെ നിവീൻ അഭി, അതേപോലെ ശൈത്യ ബിൻസി, ആദില ബിന്നി. ഇപ്പം ഇത്രയും പേരാണ് ഹെൽപ്പേഴ്സ് ആയിട്ടുള്ളത്, പേരായിട്ടാണ് ഉള്ളത് കേട്ടോ. ഞാൻ ഇതിനകത്ത് കണ്ടത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് പ്രൊമോയിൽ. ഓക്കെ, അപ്പോൾ ഈ 2 പേരും അവർക്ക് വേണ്ടി, അതായത് ഈ 6 പേരും ടാസ്ക് ചെയ്യില്ല നേരിട്ട്, ഇവർ മാറി നിന്ന് ചിയർ ചെയ്യും. ഇങ്ങനെ ചിയർ ഈ 6 പേരും. എന്നിട്ട് ഇവരാണ് ഒരു മഡ് പിറ്റിനകത്ത്, ഒരു ചെളിയുടെ പിറ്റിനകത്ത് ഇറങ്ങിയിട്ട് കോയിൻ കളക്ട് ചെയ്യുന്നത്. കോയിൻ കളക്ട് ചെയ്ത് എന്തോ ഒരു സാധനത്തിന് താക്കോല് തുറക്കുകയും അങ്ങനെ എന്തൊക്കെയോ ചെയ്യും. അതാണ് ടാസ്ക് കേട്ടോ. ഒരു സാധനത്തിന് താക്കോല് ഇതിട്ട് പൂട്ടി വെച്ചിട്ടുണ്ടാവും പെട്ടി, അത് തുറന്ന് സാധനങ്ങളിട്ട് അങ്ങനെ എന്തൊക്കെയോ ആണ് ടാസ്ക്. അതിൻ്റെ മഡ്പിറ്റിൽ കോയിൻസ് ശേഖരിക്കണം. അത് ആണ് ഈ ടാസ്ക്. അത് ഇവർ നടക്കോ ഇല്ലയോ, ആരായിരിക്കും ലീഡിങ്, പോയിന്റ് അനുസരിച്ചാണെന്ന് തോന്നുന്നു അവർ ഔട്ട് ആവുന്നത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കൊരു റീ എൻട്രി മണക്കുന്നുണ്ട് കേട്ടോ ഈ മിഡ് വീക്ക് എവിക്ഷനിൽ. എനിക്കറിയില്ല. കാര്യം ഞാൻ പ്രേക്ഷകരുടെ വോട്ടല്ലല്ലോ ഇത്. അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഇങ്ങനെ നടക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, റീ എൻട്രി അല്ലേ കാര്യം അല്ലേ? എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, ഒന്നും പറയാൻ പറ്റൂല അല്ലേ? എന്തായിരുന്നാലും കാത്തിരുന്ന് കാണാം. ഇനി അടുത്തത്, ഇന്ന് രാവിലെ അഭിയും ഷാനവാസും പറയുന്നുണ്ടായിരുന്നു അക്ബറിൻ്റെ ഈഗോയും അല്ലെങ്കിൽ ശരത്തിൻ്റെ ഈഗോ ഒക്കെ കാരണമാണ് അനീഷിനെ വിടാതിരുന്നത്. നമുക്കിപ്പോൾ ആവശ്യം സാധനമായിരുന്നു, അത് വിട്ടാലിപ്പോൾ എന്താ പറ്റുക? അനീഷ് പോയാൽ മതിയായിരുന്നു എന്ന് തന്നെയാണ് ഷാനവാസും അഭിയും പറയുന്നത്. രാവിലെ പാട്ട്, കുടുക്ക് പൊട്ടിയ കുപ്പായം ഉടുക്കും മണ്ടന കാലത്ത് മിടുക്കി പെണ്ണേ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ ഓൺ ദ ഫ്ലോർ ബേബി, ആ പാട്ടായിരുന്നേ. അത് കഴിഞ്ഞ് അനീഷ്, സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം, സുഖമായി ഉറങ്ങിയോ ബിഗ് ബോസ്? അപ്പോൾ ബിഗ് ബോസ് എങ്ങനെ ഉറങ്ങും, നിന്റെ ഒച്ചയല്ലേ എന്നെ ചെവിക്കകത്ത് നിറച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ്. അത് കഴിഞ്ഞ് ജിസേൽ, എവിടെ പോയി ബിൻസി കിറ്റി പാർട്ടി ഗ്രൂപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ കിറ്റി പാർട്ടി അതെന്തോന്ന്? ഓ, പെണ്ണും പിള്ള ബാറിന്റെ ഗ്രൂപ്പ്. ജിസേലെ എന്താ പറയുക? അപ്പം അനീഷ് പറഞ്ഞു അങ്ങനെ വിളിക്കരുത്. അങ്ങനെയാണെങ്കിൽ ജിസേലാണ് ഏറ്റവും, ഇപ്പം ഏജ് വൈസ് പറയുകയാണെങ്കിൽ ജിസേലാണ് ഏറ്റവും, എനിക്കൊന്നു ജിസേലും സരികയൊക്കെയാണെന്ന് തോന്നുന്നു ഏജ് വൈസ്. ബാക്കിയുള്ളവരൊക്കെ നിങ്ങളെ കട്ടി ചെറുപ്പമാണ്. അപ്പോൾ ഏജ് വൈസും അങ്ങനെയൊന്നും പെണ്ണും പിള്ളയെന്നൊന്നും ആരെയും വിളിക്കാതിരിക്കണതാണ് നല്ലത്. പക്ഷെ അടുത്തൊരു കാര്യം വരുമ്പോൾ ജിസേലിൻ്റെ കാര്യം കഷ്ടം. നമ്മുടെ അനീഷ് സ്റ്റീൽ പാത്രം എടുത്ത് മൈക്രോവേവിൽ വെച്ചു. അപ്പോൾ ജിസേൽ, അയ്യോ, ഞാനാണെങ്കിലും വിളിക്കും പെട്ടെന്ന് തന്നെ, അയ്യോ വെക്കരുതേ, ഇപ്പോൾ അത് പ്രശ്നം വരും, അതിൽ സ്പാർക്ക് വന്ന് ചിലപ്പോൾ ബേസ്റ്റ് ആവും. അങ്ങനെ ബേസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും, പക്ഷെ സ്പാർക്കൊക്കെ വന്ന് പ്രശ്നമാവില്ലേ, ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ എന്തെങ്കിലും ആവും തോന്നുന്നു. സ്റ്റീൽ പാത്രം വെച്ചാൽ പ്രശ്നമാണ്, മൈക്രോവേവിൽ വെക്കാൻ പാടില്ല. അപ്പം അനീഷ് എടുത്ത് അകത്ത് വെച്ചു. അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ള റിയാക്ഷൻ പെട്ടെന്ന് അയ്യോ എന്നുള്ള റിയാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അയ്യോ മൈക്രോവേവിനകത്ത് സ്റ്റീൽ പാത്രം വെക്കരുത്, ഇങ്ങനെയായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അല്ലല്ലോ, പെട്ടെന്ന് അത് പോയി എടുക്കാനല്ലേ നോക്കുള്ളൂ. അയ്യോ മൈക്രോവേവിൽ വെക്കരുത്. അപ്പോൾ അനീഷ്, ഇത്രയും ഡ്രമാറ്റിക് ആവേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് പറഞ്ഞു തന്നാൽ പോരെ? ഇത് വേറെ വല്ലവരും ആണ് ചെയ്തിരുന്നെങ്കിൽ അനീഷ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കണ്ടറിയാം. ബിഗ് ബോസ് ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു വിടരുത് എന്നൊക്കെ പറഞ്ഞേനെ അല്ലേ? ഇതിപ്പോൾ അനീഷ് ചെയ്തതുകൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞതിന് കുറ്റം. ഇത്രയും ഡ്രമാറ്റിക് ആവണോ? ഇത്രയും വലുത്? അപ്പം ജിസേൽ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല, ഞാൻ പെട്ടെന്ന് അത് കണ്ടപ്പോൾ ടെൻഷനായി പോയി. സത്യമാണ്, ഞാൻ കണ്ടാലും എനിക്കും ടെൻഷനാവും. മൈക്രോവേവിൽ സ്റ്റീൽ വെച്ച് കഴിയുമ്പോൾ തന്നെ പ്രശ്നം, അത് ആര് കണ്ടാലും ടെൻഷനാവും. കാര്യം ഇത് അപകട സാധ്യതയാണ്.
പൊട്ടിത്തെറിക്കും, അപകടമാണ് വരാൻ പോണം. അപ്പം നമ്മൾ എന്തായാലും അയ്യോ എന്ന് പറയും. നമ്മൾ കുറച്ച് എക്സാജറേറ്റഡ് ആവും അല്ലേ? എക്സാജറേറ്റഡ് എന്നല്ല എൻ്റെ വേർഡ്. നമ്മളെപ്പോഴും കുറച്ച് എക്സൈറ്റഡ് എങ്ങനെ ആവും, അയ്യോ എന്നാവും. അത് നോർമലാണ്, മനുഷ്യൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണത്. അപ്പോൾ അനീഷ് ഇത്രയും ഇങ്ങനെ ഡ്രമാറ്റിക് ആയതല്ല, അത് പെട്ടെന്ന് വന്നുപോയതാണ്. അപ്പോൾ ജിസേൽ പറഞ്ഞു, സോറി എനിക്ക് അറിയാണ്ട് വന്നുപോയതാണ്, നിങ്ങൾ ഇനി ഇത് അനീഷിന് രാവിലെ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം കേട്ടോ, എന്തെങ്കിലും ഒരു പ്രൊമോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊടുക്കും, മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അനീഷിനുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇവിടെ കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു അനീഷിന് എന്തെങ്കിലും, ഒരു പ്രശ്നവുമില്ല, പക്ക ഗെയിം കളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫുൾ ഗെയിമാണ്. രാത്രിയാകുമ്പോൾ ഇച്ചിരി ഒന്ന് ഗെയിമിൽ നിന്ന് പുറത്ത് വിട്ട് എന്തുണ്ട് വിശേഷം, സുഖമല്ലേ, എന്താ ചെയ്യുന്നത്, ഇതാണ് ശരിക്കുള്ള അനീഷ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഗെയിമിലേക്ക് ഇറങ്ങുമ്പം അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു, ഇതാണ് ഗെയിം. മനസ്സിലായില്ലേ? അല്ലാത്തപ്പോൾ ശരിക്കുള്ള അനീഷ്. ആണോ, ആര്യൻ ഏതൊക്കെ മൂവീസാണ് ചെയ്തത്? ഞാൻ മറ്റേ ആ ഫാലിമി എന്ന് പറഞ്ഞ സിനിമയിൽ ആ തുടക്കത്തിൽ, അത് ആര്യനായിരുന്നോ, ഭയങ്കര വ്യത്യാസം തോന്നുന്നല്ലോ. ഇതാണ് ശരിക്കുള്ള അനീഷ്. ഇനി നേരെ നമുക്ക് രാവിലെ മോർണിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല, ഇതാണ് ഗെയിം അനീഷ്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അത് കഴിഞ്ഞ് ജിസേൽ, സോറി ഞാൻ പെട്ടെന്നൊന്നും ഓർത്തില്ല, ഞാൻ പെട്ടെന്ന് ടെൻഷൻ അടിച്ചിട്ടാണ്, അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല, ഞാൻ എന്താണ് തല പൊട്ടി പോകുന്നെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും വലുതായിട്ട് പറയേണ്ട ആവശ്യമില്ല, ഒന്ന് സാധാരണ രീതിയിൽ പറഞ്ഞു തന്നാൽ മതി. പക്ഷെ ഷാനവാസ് പറഞ്ഞു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ അനീഷ് പിന്നെയും വലിച്ചു നീട്ടുന്നുണ്ട്. അത് അങ്ങനെ പറയാൻ പാടില്ല, ഇത്രമാത്രം ഓവർ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ സാധാരണ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വഴക്ക്. ഇപ്പോൾ വീട്ടിൽ അടുത്ത വഴക്ക് നടക്കുന്നുണ്ട്. എന്തായാലും കിച്ചൺ ടീം എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയില്ല. ഗോതമ്പ് ദോശയാണെന്നാണ് തോന്നുന്നത്, പക്ഷെ അത് ഫ്ലോപ്പ് ആവുമോ എന്നൊരു ടെൻഷൻ എനിക്ക് കണ്ടിട്ട് കേട്ടോ. നോക്കാം നമുക്ക്. അപ്പോൾ അതിനോട് നമ്മുടെ അപ്പാനിയും നമ്മുടെ ബിന്നിയും രേണുവും ഒക്കെ പറയുന്നുണ്ട്, അപ്പാനി അവനെ ഒരു കാരണവശാലും ഞാൻ അയക്കൂല, പിന്നെ ഇപ്പം തന്നെ അവനെ അയക്കും ഞാൻ, 20 സെക്കൻഡിൽ നമുക്ക് അങ്ങനെ അവൻ ഹീറോ ഒന്നും ആവണ്ട, അനീഷിനെ മറ്റേ പണിപ്പുരയിലേക്ക് അയക്കുന്ന കാര്യം. ബിന്നി അതിൻ്റെ കൂടെ ഒരു ചോദ്യം, രേണു ചേച്ചി ചെയ്യുന്ന വീഡിയോസ് എല്ലാം കാണലുണ്ടോ എന്ന്. കാണുമടി, ഞാൻ എല്ലാം കാണും. പിന്നെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തപ്പോൾ ഞാനത് കണ്ടില്ലായിരുന്നു, പക്ഷെ അത് ഭയങ്കര വൃത്തിയോടായിരുന്നു എൻ്റെ മുടിയൊക്കെ, ബാക്കിയൊന്നും ഞാൻ കാണാൻ നിൽക്കത്തൊന്നുമില്ല. പിന്നെ അവരെന്തോ ചെയ്തുകൊണ്ട് പോട്ടെ, ഒറ്റ ടേക്കിലൊക്കെ ഞാനങ്ങ് എടുക്കും. ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ അടുത്ത് എന്താണ് സംഭവം വിഷയം നടന്നെന്നുള്ളത് അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.